ഹലോ മക്കളെ, പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 3 മിസ്റ്റേക്സ് നിങ്ങളെ കുഴിയിലാക്കാൻ ചാൻസ് ഉണ്ട്. അത് ഏതാണെന്നും അത് ഏതൊക്കെയാണെന്നും അതൊക്കെ എങ്ങനെ വരുത്താതിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല, കമന്റ് ബോക്സിൽ കമന്റ് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് കോൺസെപ്റ്റ് മനസ്സിലാക്കാതെ പഠിക്കുന്ന പരിപാടി. അതായത് ടെക്സ്റ്റ് ബുക്ക് ബൈഹാർട്ടാക്കുക, മറ്റു ബൈഹാർട്ടാക്കുക, മാത്സിന്റെ ക്വസ്റ്റ്യൻ വരെ എന്താണ് ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചു വെക്കുക, ഈ ട്രിക്ക് മാത്രം ഓർത്ത് വെച്ചാൽ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഓർത്ത്. ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കാൻ പ്ലാൻ എങ്കിൽ മക്കളെ, ഈ വർഷത്തെ പരീക്ഷകളൊക്കെ ലെവൽ കൂടി വരികയാണെന്ന് അറിയാലോ. നിങ്ങളുടെ പരീക്ഷ എഴുതുമ്പോണ്ടല്ലോ കണ്ണിന്ന് വെള്ളം വരും. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അത് എവിടെ നിന്നാണെങ്കിലും, സ്കൂളിൽ നിന്നാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അതിന് ഏറ്റവും സിമ്പിൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു സാധനം പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കാം, ഞാനിവിടെ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗം വായിച്ചിട്ട് അല്ലെങ്കിൽ അലക്സാറിന് ഈ ക്ലാസ് കേട്ടിട്ട് ഞാൻ എന്താണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് സംഭവം. ഞാൻ അതല്ല, നിങ്ങൾക്ക് ക്ലാസ് എന്താണ് പഠിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അറിയില്ല ടോപ്പിക് എന്താണെന്ന്, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുക. അതേ ഒരു സാധനം നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആലോചിക്കുക, ഞാനിപ്പോൾ എന്താ പഠിച്ചത്, എന്താ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് എന്ന് സ്വയം ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ, ജസ്റ്റ് ബൈഹാർട്ട് പഠിച്ച സാധനം മാത്രം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള പരിപാടി തുടങ്ങിക്കോളുക. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റിവിഷൻ. സാർ എന്താ റിവിഷൻ എന്ന് പറഞ്ഞാൽ, ഓൾറെഡി വീണ്ടും റീവിഷൻ ചെയ്യാണ്. ഓൾറെഡി വിഷൻ ചെയ്താൽ റീ ആയിട്ട് ചെയ്യാം, ഒന്നുകൂടി ചെയ്യാം. ഇതെന്തുകൊണ്ട് അത്ര ഇമ്പോർട്ടൻറ്റ്? നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ അത് മതിയല്ലോ. ഒരു ബന്ധവുമില്ല രണ്ടും തമ്മിൽ. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് പരീക്ഷ ആകുമ്പോൾ എല്ലാം ഓർമ്മ ഉണ്ടാവും? ഇല്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കും. നാളെ ടഫായിട്ടുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ, സാധാരണ പ്രീവിയസ് ഇയറിലൊന്നും വരാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. എക്സാമിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തേ പറ്റുള്ളൂ. അത് എക്സാമിന് തലേന്നല്ല ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതിനൊരു പ്രോപ്പർ എന്ത് ചെയ്യുക, ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതായത് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞാൻ ഇന്ന ടൈമിൽ ഇന്ന ദിവസം ഇത്രയും സമയം ഇരുന്ന് ഞാൻ റിവൈസ് ചെയ്യും. കാരണം അങ്ങനെ റിവൈസ് ചെയ്തില്ല എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാ കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കും, എക്സാം ഹോളിൽ പോകും, കോൺസെപ്റ്റ് ഒക്കെ തലയിലുണ്ടാവും, പക്ഷേ അതിൽ ചില കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് പഠിച്ചത്? വെറുതെ ഇരുന്ന് ഗെയിം കളിച്ചിരുന്നാൽ പോരെ. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് പഠിക്കുന്നു അത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. പക്ഷെ ഇമ്പോർട്ടൻ്റ് കൂടുതൽ എന്താണ്, അത് നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവണം. അപ്പം നിങ്ങൾ ഓരോ മിനിറ്റും പഠിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അത് പഠിച്ച് വേസ്റ്റ് ആയി പോരെ. ജീവിതത്തിൽ ചിലപ്പോൾ കാര്യമുണ്ടാവും, പക്ഷെ പരീക്ഷയിൽ കാര്യം ഉണ്ടെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി ചെയ്യണം. അത് എങ്ങനെ ചെയ്യണം, സയൻറ്റിഫിക് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടുപോകുക. അതിനകത്ത് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്ട്രാക്ഷൻ. നമ്മുടെ ഇന്നത്തെ ലോകത്ത് നിങ്ങൾ മാത്രമല്ല, ഞാനും എൻ്റെ പേരൻസ് വരെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ എന്താണ്? നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ അറ്റൻഷൻ എന്താണ് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഡിസ്ട്രാക്ഷൻ. ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ഷൻ എന്താണ്? നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റഗ്രാം, പിന്നെ വേറെ ഓരോ പ്ലാറ്റ്ഫോംസ് ഉണ്ടോ, ഗെയിംസ് ഉണ്ടോ, ഓരോ കാര്യങ്ങളുണ്ടോ. ഇനി ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരു ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജീവിതമായിരിക്കും. എനിക്ക് വരെ പറ്റില്ല, പിന്നെ ഞാനെങ്ങനെ നിങ്ങളെ ഉപദേശിക്കാം. പക്ഷേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ വലിയ ട്രാപ്പായിരിക്കും. എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഏറ്റവും സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാൻ മെത്തേഡ്സ് ഇവിടെ പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ പോയി കണ്ടുവെക്കാം. ആലോചിക്കേണ്ട അത്രേ ഉള്ളൂ. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റ് വെക്കുക. ഏറ്റവും സിമ്പിൾ കോമൺ സെൻസ് എന്താണ്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിക്കോ, യൂട്യൂബ് ഷോർട്സ് കണ്ടോ, എല്ലാം സ്ക്രോൾ ചെയ്തു, പക്ഷെ ടൈം വെക്കുക. അത് നിങ്ങൾക്ക് ബോധവാനായിരിക്കണം. നിങ്ങൾ ആ ടൈം എത്രയും ക്രോസ് ആയി, എനിക്ക് പഠിക്കാൻ സമയം അല്ലെങ്കിൽ വേറെ പരിപാടിയിലേക്ക് പോകാൻ സമയം, അങ്ങനെ ടൈം വെച്ച് ഒരു ഷെഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. മാത്രമല്ല, ഈ ഡിസ്ട്രാക്ഷനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഹോബീസ് വെച്ച് റിപ്ലേസ് ചെയ്യുക. ഭയങ്കര നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പരിപാടി ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ ഹോബീസ് കണ്ടെത്തുക. അപ്പം നിങ്ങൾക്ക് ഒരു രസമായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഗിറ്റാർ വായിക്കാൻ പഠിക്കുമോ, ഞാനൊക്കെ അങ്ങനെ പഠിച്ചത്. നമ്മളൊക്കെ അന്നത്തെ കാലത്ത് അങ്ങനെ പഠിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് ഓവർ ഡിസ്ട്രാക്ഷൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഗിറ്റാറാണ് ഡിസ്ട്രാക്ഷൻ, പിയാനോ ആണ് ഡിസ്ട്രാക്ഷൻ. ഇപ്പം ഞാൻ സിത്താർ പഠിക്കുന്നത്, അതാണ് എൻ്റെ ഡിസ്ട്രാക്ഷൻ. അപ്പോൾ എനിക്ക് ആ എനർജി ചാനൽ ചെയ്യാനുള്ള വഴികളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം ഫുട്ബോൾ കളിക്കാൻ, ഞാനും ഫുട്ബോൾ കളിക്കാൻ പോലുണ്ട്. ആഴ്ച 2 ദിവസം നമ്മൾ ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പോൾ അതാണ് ഡിസ്ട്രാക്ഷൻ. അല്ലെങ്കിൽ ജിമ്മിൽ പോകും. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ എന്താണ്, നിങ്ങൾക്ക് ചാനൽ ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും, ചാനൽ ചെയ്യുക, നല്ല കാര്യങ്ങളിലേക്ക് ആക്കുക ഡിസ്ട്രാക്ഷൻ. അപ്പോൾ ലൈഫ് ടൈം നിങ്ങൾക്ക് വലിയ നല്ല കാര്യമായിരിക്കും. ഞാൻ അന്ന് ഗിറ്റാർ പഠിച്ച സമയത്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇന്നും അതെൻ്റെ എൻ്റെ എൻജോയ്മെൻ്റ് ആയിരിക്കും, എനിക്ക് സമാധാനം തരുന്ന ഒരു കാര്യം ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ വിചാരിച്ച് പഠിച്ചല്ല, പക്ഷെ ഇന്നങ്ങനെയാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും നല്ല ഹോബീസും
ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വിചാരിച്ച് ഒന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ സമയം നിങ്ങൾക്ക് ലാഭിക്കാം, എത്രയോ മാർക്ക് നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ കിട്ടും. പഠിക്കാതെ എന്ന് പറഞ്ഞാൽ ഈ കാര്യം എക്സ്ട്രാ പഠിക്കാതെ ഈ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് മാത്രം മതി. ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞൊക്കെ എന്തെങ്കിലും കാര്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഒരു മടിയും കാണിക്കരുത്. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ വെറുതെ വീഡിയോ കണ്ടതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തീരുമാനം നിങ്ങൾ എടുക്കണം. ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുമോ, അല്ലെങ്കിൽ ഒരു പ്രിൻ്റൊക്കെ എടുത്തിട്ട് ടേബിളിൽ ഒട്ടിച്ച് വെക്കുമോ വല്ലതും ചെയ്തിട്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കാം. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് മാറും. ഇതിലൊരു സംശയമില്ല. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.